നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരം പലപ്പോഴും നേതാക്കൾ തമ്മിലുള്ള വാക്പോരുകളായി മാറുന്നത് സ്ഥിരം കാഴ്ചയാണ്. പരസ്പരമുള്ള പോർവിളികളിൽ സൗഹൃദം പോലും മറന്ന് തമ്മിൽ തല്ലുന്നതും അതിരുവിട്ട വാക്കുകൾ കൊണ്ട് ഇരുകൂട്ടരും തമ്മിൽ മുറിപ്പെടുത്തുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ രാഷ്ട്രീയ പോർക്കളത്തിനപ്പുറം നേതാക്കന്മാരിൽ പലരും വ്യക്തിജീവിതത്തിൽ നല്ല രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നതാണ് വസ്തുത. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. അടുത്തിടെ രാഷ്ട്രീയത്തിലും സിനിമയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയ അധിക്ഷേപകരമായ ആ പരാമർശങ്ങൾ. മുസ്ലിം പള്ളിയിൽ നോമ്പു തുറയ്ക്ക് പോയപ്പോൾ അവിടെ നിന്നും ലഭിച്ച കഞ്ഞി ഒരു വറ്റ് പോലും പാഴാക്കാതെ കുടിക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ ഏറെ വൈറലായതാണ്. ഇതിനെയാണ് അങ്ങേയറ്റം മോശമായി ഗണേഷ് കുമാർ പരിഹസിച്ചത്. ഇത് വലിയ വിവാദങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി. ജനങ്ങൾക്കിടയിൽ ഇന്നും അത് കെട്ടടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോഴിതാ സുരേഷ് ഗോപി തന്നെ വിളിച്ച് അഭിനന്ദിച്ച കാര്യം പറയുകയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറും സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും ഒരുമിച്ച് അഭിനയിക്കുന്ന ഗഗനചാരി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണിപ്പോൾ. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടന്ന പ്രസ് മീറ്റിനിടെയാണ് സുരേഷ് ഗോപി തന്നെ വിളിച്ച് അഭിനന്ദിച്ച കാര്യം ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞത്. സിനിമ കണ്ട് സുരേഷ് ഗോപി വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം തന്നെ അഭിനന്ദിച്ചുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന രണ്ട് മന്ത്രിമാരാണ് KB ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും. നിരവധി ചിത്രങ്ങളിലാണ് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ വെറും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അവഹേളിച്ച ഗണേശനോട് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ആരാധകർ ഇപ്പോൾ നെഞ്ചേറ്റുകയാണ്. ഇവിടെയാണ് നമ്മൾ സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ നന്മയും വലിപ്പവും മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലിനെ കുറിച്ച് ഗണേശന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗോകുലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം. അവന്റെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. കുഞ്ഞുങ്ങളുടെ മനസ്സാണവന്. സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ആദ്യം യുവജനോത്സവത്തിലാണ്. ഞാനതിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറും സുരേഷ് ഗോപി നെഗറ്റീവ് റോളിലുമാണ്. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞാനും സുരേഷും തമ്മിലുള്ളത്. ഗോകുലിനെ എനിക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാം. എൻ്റെ ഒപ്പം ഇപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഗോകുൽ നല്ല രസമായി തന്നെ അഭിനയിക്കുന്നുണ്ട്. പാപ്പൻ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷമാണെങ്കിലും അവന്റെ പ്രസൻസ് അത് വല്ലാതെ ഫീൽ ചെയ്തു. നല്ല നടൻ തന്നെയാണ് ഗോകുൽ. ഗഗനചാരി വീട്ടിൽ വെച്ചാണ് സുരേഷ് ഗോപി കണ്ടത്. അത് കഴിഞ്ഞ് എന്നെ ഫോൺ ചെയ്തു. നീ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണത്. ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നു എന്നത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സുരേഷ് ഗോപിയെ പരിഹസിച്ച ഗണേഷ് കുമാറിനോട് സുരേഷ് ഗോപി കാണിച്ച ഈ മനസ്സ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ. സുരേഷ് ഗോപി അന്ന് പള്ളിയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചതിനെ പരിഹസിച്ച സംഭവത്തിൽ സിനിമയിൽ നിന്നും തന്നെ പല പ്രമുഖരും ഗണേശനെതിരെ പരസ്യമായി രംഗത്ത് വരികയുണ്ടായി. സുരേഷ് ഗോപി ഭക്ഷണം കഴിച്ചതിനെ പരിഹസിച്ചത് ക്രൂരതയാണെന്നായിരുന്നു നടൻ ദേവൻ അന്ന് പ്രതികരിച്ചത്. ദേവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ നിരവധി തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണി വറ്റ് പോലും പാത്രത്തിൽ ബാക്കിയുണ്ടാകില്ല. ഓരോ മണിവറ്റിനും പ്രാധാന്യമുണ്ട്. അതുപോലും കിട്ടാതെ ജീവിക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട്. ഒരു വറ്റ് പോലും താൻ നശിപ്പിക്കില്ല എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരേഷ് ഗോപിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ഗണേഷ് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. പിന്നീട് ഗണേഷിന്റെ വായിൽ നിന്നായതുകൊണ്ട് നുണകൾ മാത്രമല്ലേ വരൂ, ആ തരത്തിൽ മാത്രമേ ജനങ്ങളും അതിനെ എടുക്കുകയുള്ളൂ എന്നും ദേവൻ അന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി.